മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ഇടുക്കി ഡാം തുറന്നു. ഡാമിന്റെ 3 ഷട്ടറുകൾ 35 സെന്റിമീറ്റർ വീതം ഉയർത്തി. പുറത്തേക്കൊഴുക്കുന്നത് സെക്കൻഡിൽ 1 ലക്ഷം ലിറ്റർ ജലം. ജലപ്രവാഹം ചെറുതോണി കടന്നു. പെരിയാറിന്റെ തീരത്ത് അതിജാഗ്രത. ഡാം തുറക്കുന്നത് 3 വർഷത്തിന് ശേഷം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിതല സംഘം ചെറുതോണിയിൽ. റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് വൈദ്യുതി മന്ത്രി. ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. മുന്നറിയിപ്പ് മേഖലകളിൽ നിന്ന് ജനം മാറി താമസിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഡാമുകൾ ഒരുമിച്ച് തുറക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. 2018 അബദ്ധങ്ങൾ ആവർത്തിക്കരുത്. പശ്ചിമഘട്ട മലനിരകളിലെ അനധികൃത ക്വാറികൾ നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷ നേതാവ്. ഇടമലയാർ ഡാമിലും 2 ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി. ജലപ്രവാഹം ഭൂതത്താൻകെട്ട് വഴി പെരിയാറിലേക്ക്. പമ്പാ ഡാമിന്റെ 2 ഷട്ടറുകൾ 45 സെന്റിമീറ്റർ ഉയർത്തി. പമ്പാ ഡാമിലെ വെള്ളം 6 മണിക്കൂർ കൊണ്ട് പമ്പാ ത്രിവേണിയിലെത്തി. ദേശീയ ദുരന്ത പ്രതികരണ രക്ഷാസേന പറവൂരിൽ. വെള്ളപ്പൊക്ക പ്രതിരോധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആലുവയിലും പറവൂരിലുമായി വിന്യസിച്ചിരിക്കുന്നത് 22 അംഗങ്ങൾ വീതമുള്ള 2 കമ്പനികളെ. ഏലൂർ റെഗുലേറ്റർ ബ്രിഡ്ജിലെ എല്ലാ ഷട്ടറുകളും ഉയർത്തി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് താഴുന്നു. നിലവിലെ ജലനിരപ്പ് 4.31 മീറ്റർ. രാത്രിയിൽ വലിയ മഴ പെയ്യാതിരുന്നത് അനുകൂലമായി. 8.1 മീറ്ററാണ് അപകടകരമായ ജലനിരപ്പ്. 7.1 മീറ്ററായാൽ മുന്നറിയിപ്പ് നൽകും. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വെള്ളപ്പൊക്ക ദുരിതം. കൈനകരി, നെടുമുടി, കാവാലം മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നു. ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം. AC റോഡിൽ വെള്ളം കയറി. കുട്ടനാട്ട് ഒന്നാംകരയിലും വെള്ളക്കെട്ട്. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ കനക്കും. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധന വിലക്ക്. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ പരിഹാരം കാണുന്നതിനുള്ള സമയമായെന്നും മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയെന്ന ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്നും ഗവർണർ. മലപ്പുറം പൊന്നാനിയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഫൈബർ വള്ളം പറഞ്ഞ് 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഇന്നലെ നടത്തിയ തെരച്ചിൽ കണ്ടെത്തിയ മൃതദേഹം ബേപ്പൂർ സ്വദേശി KP സിദ്ദിഖിന്റേതെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ കേരള സർവകലാശാലകൾ നാളെ മുതൽ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പ്രായോഗിക പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിനെതിരെ പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. ജീവനക്കാരിയുടെ മകളെ പീഡിപ്പിച്ചത് 2019 കൊച്ചിയിലെ വീട്ടിൽ വെച്ച്. അതിർത്തിയിലെ പ്രകോപനത്തിൽ ചൈനയെ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അരുണാചൽ അതിർത്തിയിൽ കൂടുതൽ ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്ന നടപടി അംഗീകരിക്കില്ലെന്ന് സേന. അതിർത്തി വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്നും രാജ്യം. രാജ്യത്ത് വൈദ്യുതി പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകും. കൽക്കരി ഉൽപാദനത്തിന് തിരിച്ചടിയായി കനത്ത മഴ. പ്രധാന ഖനികളെല്ലാം വെള്ളത്തിൽ. ഖനനം തടസ്സപ്പെട്ടു. മഴ വീണ്ടും കനത്തത് കൽക്കരി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കോൾ ഇന്ത്യ നടപടി തുടങ്ങിയതിനു പിന്നാലെ. ഉത്തരാഖണ്ഡിൽ മഴ തുടരുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശം. ചൽത്തി നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരുന്ന പാലം ഒലിച്ചുപോയി. രാംഗഡ് ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. മുംബൈയിലെ ആഡംബര കപ്പലിലെ ലഹരി കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശിവസേന. ആരിൻ ഖാന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് സുപ്രീം കോടതിയിൽ ഹർജി. ആരിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി. ലഖിംപൂർ സംഭവത്തിൽ 4 പ്രതികൾ കൂടി അറസ്റ്റിൽ. പ്രതികളുടെ പക്കൽ നിന്ന് ലൈസൻസ് ഉള്ള റിവോൾവറും 3 വെടിയുണ്ടകളും കണ്ടെത്തി. പിടിയിലായത് കർഷകർക്ക് മേൽ ഇടിച്ചു കയറ്റിയ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്നവർ. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനിയുടെ മകൻ ആശിഷ് മിശ്ര ടേനി അടക്കം 10 പേർ.
ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ RSS തലവൻ മോഹൻ ഭാഗവത് ഇന്നു മുതൽ 3 ദിവസം അയോധ്യയിൽ അഖില ഭാരതീയ ശാരീരിക് വർഗിൽ പങ്കെടുക്കും. നിർമ്മാണം പുരോഗമിക്കുന്ന ശ്രീരാമക്ഷേത്രവും സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിടെ 13,058 പോസിറ്റീവ് കേസുകൾ രേഖപ്പെടുത്തിയത് 231 ദിവസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്ക്. ഇന്നലെ മാത്രം 164 മരണം. രോഗമുക്തി നിരക്ക് 98.14%. സംസ്ഥാനത്തെ തിയേറ്ററുകൾ തിങ്കളാഴ്ച തന്നെ തുറക്കുമെന്ന് ഉടമകൾ. മൾട്ടിപ്ലക്സ് അടക്കമുള്ളവയും തുറക്കും. വെള്ളിയാഴ്ച മന്ത്രിയുമായി ചർച്ച. സർക്കാരിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും തിയേറ്റർ ഉടമകൾ. കണ്ണൂർ തളിപ്പറമ്പിൽ CPIM-ൽ വിഭാഗീയത. ലോക്കൽ സെക്രട്ടറി പുല്ലായിക്കുടി ചന്ദ്രനെതിരെ പോസ്റ്ററുകൾ. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ സമ്മേളനത്തിൽ നിന്നും മുൻ ഏരിയ കമ്മിറ്റി അംഗം കോമത്ത് മുരളീധരൻ ഇറങ്ങിപ്പോയിരുന്നു. കോഴിക്കോട് മിഠായി തെരുവിൽ ഗുരുതര വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച്. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനം, അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ അഭാവം, പഴയ ഇലക്ട്രിക് വയറിംഗ് തുടങ്ങി ഗുരുതര വീഴ്ചകൾ റിപ്പോർട്ടിൽ. തുടർ നടപടികൾ കൂടിയാലോചനകൾക്ക് ശേഷം. KPCCക്ക് 5 അംഗ അച്ചടക്ക സമിതി വരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളടക്കം നടപടി സ്വീകരിക്കും. അച്ചടക്ക സമിതിയെ നിർദ്ദേശിച്ചത് KPCC അധ്യക്ഷൻ. പ്രഖ്യാപനം KPCC ഭാരവാഹി പട്ടികയ്ക്കൊപ്പം. പത്തനംതിട്ട തിരുവല്ല അമിച്ചകരിയിൽ വയോധികൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. നെടുമ്പ്രം വലിയ വീട്ടിൽ പറമ്പിൽ രവീന്ദ്ര പണിക്കരാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ സമരം ശക്തമാക്കി BJP. നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. നഗരസഭയ്ക്ക് പുറത്ത് രാപകൽ ധർണ നടത്തുമെന്നും ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. ദേശീയവാർത്ത. യുവാക്കൾക്ക് തൊഴിൽ സേവനങ്ങളുമായി ആപ്പ് പുറത്തിറക്കി ഡൽഹി സർക്കാർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് റോജ്ഗർ ബസാർ 2.0 എന്ന ആപ്പിന്റെ പ്രവർത്തനം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അപ്രാപ്യമായവർക്ക് ഫിസിക്കൽ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. മധ്യപ്രദേശിൽ വൈദ്യുതിക്ക് 20,700 കോടി രൂപയുടെ സബ്സിഡി നൽകാൻ തീരുമാനം. നടപടി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേത്. കർഷകർക്കും ഗാർഹിക ഉപഭോക്താക്കൾക്കും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാനാണ് തീരുമാനം. തമിഴ്നാട് നാഗപട്ടണത്ത് ദമ്പതികൾ ഷോക്കേറ്റ് മരിച്ചു. പഴനിവേൽ, ഭാര്യ രാജലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ രാജലക്ഷ്മിയുടെ മേൽ കമ്പി പൊട്ടി വീഴുകയായിരുന്നു. രാജലക്ഷ്മിയെ രക്ഷിക്കുന്നതിനിടെ പഴനിവേലിന് ഷോക്കേറ്റു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 40% സീറ്റുകൾ വനിതകൾക്കെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. UP-യിലെ വെറുപ്പിന്റെ രാഷ്ട്രീയം വനിതാ നേതാക്കൾ അവസാനിപ്പിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി. നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുര കമാൻഡർ BSF-ന് മുന്നിൽ കീഴടങ്ങി. ജേല കലോയാണ് കീഴടങ്ങിയത്. കർണാടകയിൽ പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. സെസ് നികുതിയും വിൽപ്പന നികുതിയുമാണ് കുറയ്ക്കുക. നിലവിൽ കർണാടകയിലെ പെട്രോൾ വില ലിറ്ററിന് 109 രൂപയ്ക്ക് മുകളിൽ. തമിഴ്നാട് മുൻ ആരോഗ്യമന്ത്രി C. വിജയഭാസ്കറിനെതിരെ വിജിലൻസ് കേസ്. 27.22 കോടി രൂപയുടെ അനധികൃത സ്വത്ത് കൈവശം വെച്ചതിന് കഴിഞ്ഞ AIADMK ഭരണകാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു. മധ്യപ്രദേശ് സർക്കാരിനെതിരെ ആരോപണവുമായി കമൽനാഥ്. ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാർ പ്രഖ്യാപിച്ച വായ്പ എഴുതിത്തള്ളൽ പദ്ധതി സർക്കാർ നടപ്പാക്കിയില്ലെന്ന ആരോപണം. വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സർക്കാർ പരാജയപ്പെടുമെന്നും കമൽനാഥ്. ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് NIA അന്വേഷിക്കും. കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പരിശോധിക്കും. അന്വേഷിക്കുക ജമ്മുകാശ്മീർ പോലീസിന് കീഴിലെ 4 കേസുകൾ. വായ്പാ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന വജ്രവ്യാപാരി നീരവ് മോദി സമർപ്പിച്ച ഹർജി തള്ളി US കോടതി. ഹർജി സമർപ്പിച്ചത് തനിക്കെതിരായ ആരോപണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്. വായ്പാ തട്ടിപ്പിനെ തുടർന്ന് PNB ഉൾപ്പെടെയുള്ള ബാങ്കുകൾക്ക് $1 ബില്യൺ നഷ്ടപ്പെട്ടതായി ഉത്തരവിൽ പരാമർശം. ഉത്തർപ്രദേശിലെ മുൻ BJP MLA ഇന്ദ്രപ്രതാപ് തിവാരിക്ക് 5 വർഷത്തെ തടവ്. ശിക്ഷ വിധിച്ചത് അയോധ്യയിലെ പ്രത്യേക കോടതി. ശിക്ഷാവിധി കോളേജിൽ പ്രവേശനം നേടാൻ വ്യാജ മാർക്ക് ഷീറ്റ് ഉപയോഗിച്ചെന്ന കേസിൽ. മഹാരാഷ്ട്രയിൽ അമ്യൂസ്മെന്റ് പാർക്കുകളും തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും ഈ മാസം 22 മുതൽ വീണ്ടും തുറക്കും. റെസ്റ്റോറന്റുകൾക്ക് രാത്രി വൈകിയും പ്രവർത്തിക്കാൻ അനുമതി. തീരുമാനം കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ. US, UAE, ഇസ്രായേൽ രാജ്യങ്ങളിലെ വിദേശകാര്യ പ്രതിനിധികളുമായി ചർച്ച നടത്തിയ മന്ത്രി S. ജയശങ്കർ. ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം ചർച്ചയായി.
ബാബുൽ സുപ്രിയോ MP സ്ഥാനം രാജിവെച്ചു. നടപടി BJPയിൽ നിന്ന് രാജിവെച്ച് 1 മാസത്തിന് ശേഷം ബാബുൽ സുപ്രിയോ നിലവിൽ തൃണമൂൽ കോൺഗ്രസിനൊപ്പമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിഹത്യ നടത്തിയുള്ള ട്വീറ്റ് പിൻവലിച്ച് കർണാടക കോൺഗ്രസ്. ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത് കർണാടക കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ. പുതിയ സോഷ്യൽ മീഡിയ മാനേജർക്ക് പറ്റിയ വീഴ്ചയെന്ന വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി. ഇന്ധനവില വർധനയെക്കുറിച്ച് പ്രധാനമന്ത്രി മിണ്ടുന്നില്ലെന്ന് വിമർശനം. ചൈനയ്ക്കെതിരെ സംസാരിക്കാൻ പ്രധാനമന്ത്രിക്ക് പേടിയെന്നും ഒവൈസി. CBSE സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി പരീക്ഷ ഡിസംബർ 16 ജനുവരി 13 നടത്താൻ തീരുമാനം. പരീക്ഷയ്ക്കായി അപേക്ഷ ക്ഷണിച്ചത് 2021 സെപ്റ്റംബർ 20. നവംബർ 3 വരെ അപേക്ഷയിൽ തിരുത്തൽ വരുത്താൻ അവസരം. കനത്ത മഴയെ തുടർന്ന് ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ 22 തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങവെയാണ് ഇവർ കുടുങ്ങിയത്. എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി SDRF. ഉത്തർപ്രദേശിലെ കുശിനഗർ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. വിമാനത്താവളം നിർമ്മിച്ചത് 260 കോടി രൂപ ചെലവിൽ. കൊളംബോയിൽ നിന്ന് 100 ബുദ്ധ സന്യാസിമാരുമായി ആദ്യ വിമാനം രാവിലെ ലാൻഡ് ചെയ്യും. അന്താരാഷ്ട്ര വാർത്തകൾ. തുർക്കിയുടെ തീരമേഖലയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓസ്ട്രേലിയയിൽ കോവിഡ് ഭീതി ഒഴിയുന്നു. ഡെൽറ്റ വകഭേദം റിപ്പോർട്ട് ചെയ്ത സിഡ്നിയിലും മെൽബണിലും പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ കുറവ്. കൃത്യമായ വാക്സിനേഷൻ സ്വീകരണത്തിലൂടെ രോഗവ്യാപനം തടയാൻ സാധിച്ചതായി ഓസ്ട്രേലിയൻ ആരോഗ്യ മന്ത്രാലയം. കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദത്തെക്കുറിച്ച് അടിയന്തര ഗവേഷണത്തിന് ഉത്തരവിട്ട് ബ്രിട്ടൻ. തീരുമാനം രാജ്യത്ത് ഡെൽറ്റ പ്ലസ് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ. കാനഡയിൽ 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിനുകൾക്ക് അനുമതി തേടി ഫൈസർ ബയോഎൻടെക്. രാജ്യത്ത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകിയിരുന്നു. 100ഓളം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിച്ച് മ്യാൻമർ. മോചിപ്പിച്ചവരിൽ ഓങ് സാങ് സൂചിയുടെ പാർട്ടി വക്താവും. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN. ഇസ്രയേലിൽ പാരച്യൂട്ടിൽ നിന്ന് വീണ ഒരാൾ മരിച്ചു. 330 അടി ഉയരത്തിൽ നിന്നാണ് വീണത്. മരിച്ചത് ഗ്രൗണ്ട് ക്രൂ ജീവനക്കാരൻ. ഇക്വഡോറിൽ അടിയന്തരാവസ്ഥ. പ്രസിഡന്റ് ഗിലർമോ ലാസോയുടെ നടപടി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ വർദ്ധിച്ചതിനു പിന്നാലെ തെരുവുകളിൽ വൻ സുരക്ഷാ സന്നാഹം. ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച അമേരിക്ക. മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ സ്വാതന്ത്ര്യം മനുഷ്യാവകാശമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയെന്ന് ദക്ഷിണ കൊറിയ. ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ മിസൈലാണ് പ്രയോഗിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം. യാത്രാ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുമായി സിംഗപ്പൂർ, അമേരിക്ക, കാനഡ, ബ്രിട്ടൻ തുടങ്ങി 8 രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ക്വാറന്റൈൻ വേണ്ട. ഇനി സ്പോർട്സ്. 2020 ലോകകപ്പിന്റെ യോഗ്യതാ റൗണ്ടിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് നടക്കുന്ന ആദ്യ മത്സരത്തിൽ സ്കോട്ട്ലൻഡ് പാപ്പുവ ന്യൂഗിനിയെ നേരിടും. രാത്രി 7:30 ആരംഭിക്കുന്ന രണ്ടാം മത്സരം ആതിഥേയരായ ഒമാനും ബംഗ്ലാദേശും തമ്മിൽ. 2020 ലോകകപ്പിനുള്ള സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ. ഇംഗ്ലണ്ട് ഉയർത്തിയ 189 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ മറികടന്നത് 1 ഓവർ ശേഷിക്കെ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് മുൻനിര ടീമുകൾ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, PSG, റയൽ മാഡ്രിഡ്, ബൊറൂസിയ ഡോട്ട്മുണ്ട് എന്നീ വമ്പന്മാർ ഇന്ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിനിറങ്ങും. വാശിയേറിയ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡും ലിവർപൂളും തമ്മിൽ. പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിനെതിരായ മത്സരത്തിൽ സമനില വഴങ്ങിയ ആഴ്സണൽ. അവസാന നിമിഷം ഗോൾ നേടി കളി സമനിലയിൽ എത്തിച്ചത് പകരക്കാരനായി ഇറങ്ങിയ അലക്സാണ്ടർ ലാക്കസെറ്റ. സ്കോർ 2-2. ഇനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം കരമനയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 പേർ പിടിയിൽ. അറസ്റ്റായത് കരമന സ്വദേശികളായ ലജീഷ് കൃഷ്ണ എന്നിവർ. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വെട്ടുകാട് ക്രിസ്തുരാജ് തിരുനാൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ തീരുമാനം. കുർബാനയ്ക്ക് ഒരു സമയം 400 പേർക്കും ഘോഷയാത്രയിൽ 100 പേർക്കും പങ്കെടുക്കാൻ അനുമതി. പെൻഷൻ കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ സൂചകമായി സമരം നടത്തി. പെൻഷനേഴ്സിന്റെ ക്ഷേമം ഉറപ്പാക്കണമെന്നും ആവശ്യം. കൊല്ലം പാട്ടുപുരക്കലിൽ കൊയ്ത്തുത്സവത്തിന് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി KN ബാലഗോപാൽ. ചടങ്ങിൽ കഥകളി കലാകാരനായ മാർഗി വേണുഗോപാലിന് മുതിർന്ന കർഷകർക്കും ആദരം.
കൊല്ലത്ത് PSC ഓഫീസ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഉപരോധം LP സ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് പരിശോധനയും അഭിമുഖവും തിരുവനന്തപുരത്താക്കിയതിൽ പ്രതിഷേധിച്ചു. കൊല്ലം കുളത്തൂപ്പുഴയിൽ വൃദ്ധയുടെ മാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. അറസ്റ്റായത് തമിഴ്നാട് സേലം സ്വദേശി കസ്തൂരി. കുളത്തൂപ്പുഴ പോലീസ് കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചു. ആകാശവാണി പുനലൂർ FM നിലയത്തിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. അറസ്റ്റായത് തൊളിക്കോട് സ്വദേശി ചന്ദ്രൻ, പിറവന്തൂർ സ്വദേശി ബാബു എന്നിവർ. പ്രതികൾ റിമാൻഡിൽ. പത്തനംതിട്ട പന്തളം മാവേലിക്കര റൂട്ടിൽ ഗതാഗത തടസ്സം. അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള വെള്ളം റോഡിലേക്ക് കയറി. മണ്ണാക്കടവ് മുതൽ കടക്കാട് ഭാഗം വരെ റോഡിൽ വെള്ളക്കെട്ട്. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന കുട്ടനാട്ടിലെ കുടുംബങ്ങൾക്ക് ടൗൺ ഹാളിൽ അഭയമൊരുക്കി ആലപ്പുഴ നഗരസഭ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങി. ആലപ്പുഴ അമ്പലപ്പുഴയിൽ നീർക്കുന്നം ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന ക്യാമ്പയിൻ നടന്നു. വളഞ്ഞവഴി വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് H. സലാം MLA. മാവേലിക്കര നങ്ങ്യാർകുളങ്ങര റോഡിൽ വെള്ളക്കെട്ടിന് കാരണമായി മാലിന്യം നീക്കം ചെയ്ത് നാട്ടുകാർ. പുളവൻതോട്ടിലെ കലുങ്കിൽ അടഞ്ഞ മാലിന്യമാണ് നീക്കിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം ജാസ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തികൾ. കോട്ടയം ജില്ലയിൽ 3 ദിവസങ്ങളായി ഉണ്ടായ മഴക്കെടുതിയിൽ കാർഷിക മേഖലയിലുണ്ടായ നഷ്ടം 18.02 കോടി രൂപയെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ബീന ജോർജ്. ഇരാറ്റുപേട്ട, കടുത്തുരുത്തി, പാറ, വൈക്കം ബ്ലോക്കുകളിൽ നശിച്ചത് 1118 ഹെക്ടർ കൃഷി. കോട്ടയത്തെ കിസാൻ സഭ TV പുരം നോർത്ത് മേഖലാ കൺവെൻഷൻ നടന്നു. ജില്ലാ സെക്രട്ടറി EN ദാസപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ചെല്ലാർകോവിലിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. CCTV ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞതായി നാട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇടുക്കി മുണ്ടിയരിമ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷം. അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. പറവൂർ താലൂക്ക് ആശുപത്രിക്ക് സഹായവുമായി ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇന്ത്യ. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും വെന്റിലേറ്ററുകളും PP കിറ്റ് അടക്കമുള്ള ഉപകരണങ്ങളും നൽകി. പറവൂർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി നോർത്ത് പറവൂർ ലയൺസ് ക്ലബ്. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നടപടി. ഭീമ ഗ്രൂപ്പ് ബംഗളൂരു മാനേജിംഗ് ഡയറക്ടർ B. കൃഷ്ണൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സാവിത്രി കൃഷ്ണനാണ് ഭാര്യ. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. ഇതുവരെ ലഭിച്ചത് 1400-ലേറെ അപേക്ഷകൾ. ഷോളയൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. വെച്ചപ്പതി സ്വദേശി മുരുകനാണ് പരിക്കേറ്റത്. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണം. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തിനശിച്ചു. ചങ്ങലേരി സ്വദേശി അബ്ദുൾ അസീസിന്റെ സ്കൂട്ടറാണ് കത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. യൂത്ത് കോൺഗ്രസ് നെന്മാറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ കൺവെൻഷൻ നടന്നു. രമ്യ ഹരിദാസ് MP ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിലെ മഴക്കെടുതിയെ തുടർന്ന് ചിറ്റൂർ താലൂക്കിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. K. ബാബു MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹത്രാസ് കലാപാരോപണ കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടച്ച ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കൾക്ക് ഐക്യദാർഢ്യവുമായി ക്യാമ്പസ് ഫ്രണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി. ഒക്ടോബർ 23 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായാണ് പരിപാടി. പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം നിർത്തിവെച്ചതായി ജില്ലാ കളക്ടർ. നടപടി വരും ദിവസങ്ങളിൽ ജില്ലയിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന്. മലപ്പുറം INL മില്ലത്ത് B ഗ്രേഡ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളും പരിസരവും ശുചീകരിച്ചു. മഞ്ചേരി നഗരസഭാ കൗൺസിലർ KT മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മൊബൈൽ ഫോൺ പിടിച്ചുപറിച്ച കേസിലെ പ്രതികൾ പിടി. കൊയിലാണ്ടി സ്വദേശി അബ്ദുള്ള മൂദാർ, കണ്ണൂർ പുതിയതെരുവ് സ്വദേശി മുബാറക് എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി സ്വദേശിയുടെ ഫോൺ തട്ടിപ്പറിച്ചത് CH ഓവർ ബ്രിഡ്ജിന് സമീപം. വയനാട് കൽപ്പറ്റ DEICയിൽ സെൻസർ ഇന്റഗ്രേഷൻ തിയേറ്റർ പ്രവർത്തനം തുടങ്ങി. കേന്ദ്രം നിർമ്മിക്കുന്നത് ഓട്ടിസം, മാനസിക വൈകല്യം, ശ്രദ്ധക്കുറവ് തുടങ്ങിയവയുള്ള കുട്ടികൾക്ക് വേണ്ടി. കണ്ണൂർ പാനൂരിൽ വിദ്യാർത്ഥിക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പാനൂർ സ്വദേശി ശശിയുടെ മകൻ ശിവന്തിനാണ് നായയുടെ കടിയേറ്റത്. പരിക്കേറ്റ കുട്ടിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് മംഗൽപാടി മുട്ടംകുന്നിൽ മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. എക്സൈസിന്റെ പിടിയിലായത് കുബനൂർ സ്വദേശി അബ്ദുൽ അമീർ. MDMAയും കഞ്ചാവും പിടികൂടി. ഏറ്റവും നല്ല രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ തിങ്കളാഴ്ച നിശ്ചയത്തിലെ അഭിനേതാക്കളെ ആദരിച്ച് KMK സ്മാരക കലാസമിതി. സിനിമാ നാടക പ്രവർത്തകൻ PC ഗോപാലകൃഷ്ണൻ ഉപഹാരം നൽകി. കുഷ്ഠരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള അശ്വമേധം പദ്ധതിക്ക് മെഗ്രാൽ പുത്തൂരിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി. RTOയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഇതുവരെ പരിശോധിച്ചത് 63 വാഹനങ്ങൾ.
ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ധ്യാൻ ശ്രീനിവാസന്റെ പുതിയ ചിത്രം ജോയ്ഫുൾ എൻജോയുടെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങും. അഖിൽ കാവുങ്കലാണ് തിരക്കഥയും സംവിധാനവും. നിരഞ്ജന അനൂപാണ് നായിക. ഹെൽ പ്ലാനറ്റ് എന്ന ഉൽക്കയുടെ കഥ ആദ്യമായി വെബ് സീരീസിലൂടെ എത്തുന്നു. അക്കിയ നക്കാര എന്ന ഇരട്ട സംവിധായകരാണ് മലൻമുക്ക് എന്ന സീരീസിന് പിന്നിൽ. രാജേഷ് അന്തിക്കാടാണ് നിർമ്മാണം. പുതിയ സിനിമകളുടെ റിലീസ് തീയതി നീട്ടി. സിഡ്നി, ബ്ലാക്ക് പാന്തർ, ദി മാർവൽസ്, തോർ, ഡോക്ടർ സ്ട്രേഞ്ച് തുടങ്ങിയവയുടെ റിലീസാണ് മാറ്റിയത്. മാർവൽ സീരീസ് 2023 മാത്രമേ റിലീസ് ചെയ്യൂ. തൊഴിൽരഹിതരായ യുവാക്കൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചുവെന്ന് വ്യാജ പ്രചാരണം. പൊതുജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങളും മറ്റും തട്ടിയെടുക്കാനായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്നും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. വീണ്ടും ന്യൂസിലേക്ക് ഇപ്പോൾ കിട്ടിയത്. ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത മേഖലകളിൽ വ്യോമ നിരീക്ഷണം നടത്തി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. സംസ്ഥാനത്തെ മഴക്കെടുതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലയിരുത്തി. കോട്ടയം സംക്രാന്തിയിൽ മത്സ്യവ്യാപാരിക്ക് വെട്ടേറ്റു. നാസറിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിന് ശേഷം ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പ്രതിയെ പിടികൂടി. സംക്രാന്തി സ്വദേശിയായ എബിയാണ് അറസ്റ്റിലായത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു മഹാരാഷ്ട്ര. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും രാത്രി 12 വരെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി. മറ്റ് സ്ഥാപനങ്ങൾ 11 വരെയും പ്രവർത്തിപ്പിക്കാം. നടപടി പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. സംസ്ഥാനത്തെ മലയോര മേഖലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. ഭാരതപ്പുഴ, പെരിയാർ, അപ്പർ പെരിയാർ, പമ്പാ നദീ തീരങ്ങളിൽ 11 മുതൽ 25 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പാലായിൽ KSRTC ബസ് വെള്ളക്കെട്ടിൽ അപകടകരമായ രീതിയിൽ ഓടിച്ച സംഭവത്തിൽ ഡ്രൈവർ S ജയദീപിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. മോട്ടോർ വാഹന വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് പൂർത്തിയാകുന്നു.